ഞാൻ മായാവി മായാവി. അടുത്ത നിമിഷം ഡ്രാക്കുള ചെന്നായയുടെ രൂപമെടുത്ത് എങ്ങോട്ടോ ഓടി മറഞ്ഞു. നേരം വെളുക്കാറായി. ഡ്രാക്കുള ഉടൻ തിരിച്ചു വരും. പകൽ സമയം അവന് പെട്ടിയിൽ കിടന്നേ പറ്റൂ. പെട്ടിയിൽ കയറിയാൽ എളുപ്പമല്ലേ, മരക്കുറ്റി അടിച്ചു കയറ്റി നശിപ്പിക്കാമല്ലോ. ഇല്ല, നടപ്പില്ല. ഡ്രാക്കുള അങ്ങനെ ഇല്ലാതാവുന്ന വിദ്യ അറിയാവുന്നവർ നമുക്കിടയിലില്ല. അപ്പോൾ ഞാൻ മറ്റൊരു വിദ്യ പറയാം. പണ്ടെങ്ങോ വായിച്ച ഓർമ്മയുണ്ട്. സൂര്യൻ ഉദിക്കും മുമ്പ് പെട്ടിയിലേക്ക് ഡ്രാക്കുള തിരിച്ചു വരും. അപ്പോൾ പെട്ടിയിൽ മറ്റാരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവന്റെ ശക്തി കുറയും. അന്നേരം ഡ്രാക്കുളയ്ക്ക് രൂപം മാറേണ്ടി വരും. രൂപം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റു. ഡ്രാക്കുളയുടെ പെട്ടിയിൽ കിടക്കാൻ ഞാൻ തയ്യാർ. ഡ്രാക്കുള അതാ തിരിച്ചു വരുന്നു. അയ്യോ, അവൻ കോട്ടയിൽ കയറി കഴിഞ്ഞു. ഹോ, നമ്മൾ വൈകി. അവൻ അകത്തെത്തി. തുമ്പ, വേഗം. ഇല്ല, നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഡ്രാക്കുള പെട്ടി തുറന്നു കഴിഞ്ഞു. എന്നാൽ പെട്ടി തുറന്നതും ഡ്രാക്കുളയുടെ മുഖം വികൃതമായി. ആ! അടുത്ത നിമിഷം ഡ്രാക്കുള ഒരു കടവാവലായി രൂപം മാറി. എന്നിട്ട് പുറത്തേക്ക് പറന്നു. അപ്പോൾ ആരോ പെട്ടിയിലുണ്ട്. ആരായിരിക്കും? അവർ വേഗം പെട്ടിക്കടുത്തെത്തി. ഹോ, വാട്ട് എ സർപ്രൈസ്! നടന്നതൊന്നും അറിയാതെ സുഖമായി കൂർക്കം വലിച്ചുറങ്ങുന്ന ഷേരു. കൂട്ടുകാരെ, എനിക്കല്പം ജോലി ബാക്കിയുണ്ട്. പുറത്ത്. അവസാനം അതാ വരുന്നു കരുനാക്കൻ. സൂത്രന്റെ സൂപ്പർ കെണി. അയ്യോ സോറി, ആള് മാറി. ഇതാരാ? സൂത്രൻ എന്റെ ജോലി എളുപ്പമാക്കി. അത് രൂപം മാറിയ ഡ്രാക്കുളയായിരുന്നു. മായാവി പറന്നിറങ്ങി. എന്നിട്ട് മാന്ത്രിക വടി കൊണ്ട് ഡ്രാക്കുളയെ തൊട്ടു. പെട്ടെന്ന് ഡ്രാക്കുള പൊടിയായി മണ്ണിനോട് ചേർന്നു. അടുത്ത നിമിഷം 100 കണക്കിന് എലികൾ കോട്ടയിൽ നിന്ന് ഇറങ്ങി ഓടി എവിടെയോ മറഞ്ഞു. വൈകാതെ അങ്ങനെ എല്ലാം അവസാനിച്ചു. മായാവി അറിഞ്ഞു, കുട്ടൂസനെയും ഡാക്കിനെയും ലുട്ടാപ്പിയും പനി പിടിച്ച് കിടപ്പായി. ഹലോ ചെന്നിനായകം, 2 കൊള്ളക്കാരെ ഞാൻ പിടിച്ച് കോട്ടയ്ക്കകത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. അറസ്റ്റ് ദം. പ്രധാനമന്ത്രി വിളിച്ചു, ഡൽഹിയിലോട്ടൊന്ന് ചെല്ലാമോന്ന്. അപ്പോൾ മായാവി, നമുക്ക് പിരിയാൻ നേരമായി. 1 മിനിറ്റ്. കെണി ഞാൻ കണ്ടു, തകർപ്പൻ. പോലീസിൽ ചേരാൻ താല്പര്യമുണ്ടോ? ഇനിയും കാണാം. ഷോ, മറന്നു. ഡ്രാക്കുളയും ഞാനും നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു, പത്രത്തിൽ കൊടുക്കാൻ. സൂത്ര, ഒരു സംശയം. ഇവന്മാരൊക്കെ ആരാ? ആർക്കറിയാം. ഹലോ. അമ്മേ, കരുനാക്കൻ. എന്താ ഒരു ബഹളം കേട്ടത്? കോട്ട ഇടിഞ്ഞു വീണതാണോ? ദുഷ്ടൻ, നാക്ക് വളച്ചു. ദാ ഇടിഞ്ഞു പോരുന്നു കോട്ട. ഓടിക്കോ.